പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരു നല്ല ദിവസം, ഞായറാഴ്ച ദിവസം, കർത്താവിൻ്റെ ദിവസം ഒരുമിച്ച് ചേരാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഒരുമിച്ച് കൂട്ടി. ഏശയ്യാ പ്രവചനം 34:16 വചനം വെളിപ്പെടുത്തുന്നുണ്ട്. വചനങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് പറയുന്നത് പോലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരുമിച്ച് ചേർക്കുന്നത്. എസെക്കിയേൽ പ്രവചനത്തിൽ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്ത് ദൈവം തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തും, ദൈവം തൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും, ദൈവം തൻ്റെ അഭിഷേകം വെളിപ്പെടുത്തും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇന്നത്തെ ദിവസം കർത്താവ് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയൊരു വെളിപ്പെടുത്തൽ നമ്മുടെ മേൽ കർത്താവ് തരും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരിക്കും പരിശുദ്ധാത്മാഭിഷേകം ഉള്ള സ്ഥലത്ത് ഒരു സ്പെഷ്യൽ ഡെലിവറൻസിന്റെ പോലും ആവശ്യമില്ല. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ കെട്ടുകൾ അഴിഞ്ഞ് നമ്മൾ വിടുതൽ പ്രാപിക്കും. അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. സെഹിയോനിലെ വൈദികര്, PDM, ASJM ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് വലിയൊരു കൂട്ടായ്മയിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. എല്ലാവരും ഒരു പ്രാർത്ഥന, വലിയൊരു കൂട്ടായ്മയാണിത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന ആത്മാവേ, ഇപ്പോൾ അഭിഷേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉജ്ജ്വലിക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ഉണർവ് പ്രാപിക്കട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, പള്ളി അലച്ചു വരുന്ന വലിയ പ്രവാഹം പോലെ കൈകൾ ഉയർത്തി ശംഖുപെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരുടെ മേൽ സ്വർഗ്ഗത്തിന്റെ അഗ്നി അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കൈകൾ അടിച്ച് അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. വിശ്വസിക്കുന്നു. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഉയർത്തി അഭിഷേകം, അഭിഷേകം, ഉണർവോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ കർത്താവേ,
കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മേൽ ദൈവമേ, സേവർക്കാൽ വട്ടാരത്തിന്റെ കൂട്ടായ്മയിൽ, ശരിയല്ല വൈദികരുടെ കൂട്ടായ്മയിൽ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണമേ, അഗ്നി അയക്കണമേ, അഭിഷേകം വർഷിക്കണമേ. നാളുകളായി ഇവരെ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാരപീഠകളും പൈശാചിക പീഠകളും ശല്യങ്ങളും ബാധകളും രോഗപീഠകളും അഭിഷേകത്തിന്റെ ശക്തിയാൽ കെട്ടടിഞ്ഞ് ഇപ്പോൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ രോഗവും തകർന്നു പോകും. Name of Jesus Christ. വചനത്തിന്റെ ശക്തിയാ എല്ലാ By the power of the Holy Spirit of Jesus. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ രോഗവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ദൈവമേ, ദൈവമേ, കരങ്ങൾ ഉയർത്തി കരയുന്ന ഈ പൊന്നോമന മക്കളെ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ദയോടെ നീക്കണമേ, ദയോടെ അവിടുന്ന് കാണണമേ, ദയോടെ നോക്കണമേ. രോഗികളെ സ്പർശിക്കണമേ, മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കണമേ, ഭയത്തിന്റെ പിടിയിൽപ്പെട്ടവർക്ക് ധൈര്യം നൽകണമേ, തടസ്സങ്ങൾ ഇരിക്കുന്നവരോട് മോചിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമേ, യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ, ബാലിക ബാലന്മാരെ ആശീർവദിക്കണമേ, പ്രായച്ചെന്ന രോഗികളായ മാതാപിതാക്കന്മാർ ഇപ്പൊ തൊടണമേ. അഭിഷേകത്തിൽ നാളുകളെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരോട് കാണണമേ. ദൈവത്തിന്റെ ആലയത്തിൽ എന്നതുപോലെ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ എഴുതി വെക്കുന്നവരെ അവിടുന്ന് കാണണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ വലിയ സന്തോഷത്തോടെ കൃപയോടെ നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, സമയം തെറ്റിക്കാൻ പിശാച് നോക്കും, അതിൽ വീഴരുത്. സന്തോഷത്തോടെ പറയാം. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ നമ്മൾ ആ വചനഭാഗങ്ങൾ പലതെടുത്ത് തുടക്കത്തിലൊന്ന് വായിക്കുകയാണ്. വിഷയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക. ബൈബിളിലെ വചനങ്ങൾ ഉറക്കെ വായിക്കുന്നത് നല്ലതാണ്. കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് ബൈബിളൊക്കെ തുറന്ന് വായിക്കുന്നത് നല്ലതാണ്. നമുക്ക് വായിക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സുന്ദര വചനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ കർത്താവ് ഒരു ദിവസം തീരുമാനിച്ചു, അല്ലേ? ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ആഘോഷമാണ്. അതേപോലെ തന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, മരിക്കാൻ ഒരു ദിവസം വളരെ മനോഹരമായി കർത്താവ് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, നമുക്ക് വളരെ പ്രിയപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ ഒരിക്കൽ ഒരു മരണത്തോടനുബന്ധിച്ച് അച്ഛനൊരു ഒരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആ ഒരു ബെസ്റ്റ് ഡേ നമ്മളെ കർത്താവ് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയാ. അതുകൊണ്ട് ജന്മദിനത്തെക്കാൾ മരണദിനം ഉത്തമമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു കാലമുണ്ട്. നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ വേറൊരു കാലം, വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം. വീണ്ടും വചനം തുടരുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവചനം. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ജീവിതത്തിൽ വലിയ ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, നിർവൃതിയുടെ കാലഘട്ടം, ചിലപ്പോൾ ഒരുപാട് ഒരു വിലാപം, സങ്കടം, അങ്ങനെ പോകുന്നൊരു കാലഘട്ടം. വീണ്ടും സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ വീണ്ടും വചനം തുടരുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ 6-ഉം 7-ഉം തിരുവചനങ്ങൾ. സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തു നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോന്നിനും കർത്താവ് ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. ദ കൈറോസ്, ദൈവത്തിന്റെ സമയം. ദൈവം ഒരു സമയം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് ചെയ്യാൻ, ആ സമയത്ത് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടത് ദൈവം തീരുമാനിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ദൈവം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ വളരെ സന്തോഷമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാം തിരുവചനം, Gospel of St. John chapter 2 verse 4. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കാനായിലെ കല്യാണ വിരുന്നാണ്. ഈശോയെ ശിഷ്യന്മാർ, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ട്. അവിടെ വീഞ്ഞു തീർന്നു പോകുന്നു. ഈശോ ഇടപെടണമെന്നുള്ള പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥന. അപ്പോൾ ഈശോ പറയാണ്, എനിക്ക് നിനക്ക് എന്താ സ്ത്രീയെ, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. മനോഹരമായ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈശോ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല എന്നൊരു വ്യാഖ്യാനമുണ്ട്. അതേസമയം മറിയത്തെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല എന്ന് വേദപണ്ഡിതന്മാരെ പറയുന്നുണ്ട്. എന്നാൽ കുരിശിൽ കർത്താവ് ഉയർത്തപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ എല്ലാം പൂർത്തിയായി, സമയം സമാഗതമായി. പരിശുദ്ധ അമ്മയടക്കം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ബൈബിളിലെ എല്ലാ കാര്യങ്ങളും വളരെ ടൈമിലിയാണ്. എല്ലാ സമയബന്ധിതമായിട്ടാണ് ബൈബിളിൽ പൂർത്തിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എൻ്റെ സഹോദരങ്ങളെ, ഈശോയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോയുടെ ആഗമനം, അതിൻ്റെ ഒരു കാലഘട്ടം, അതിൻ്റെ ഒരു സമയം, അതിൻ്റെ ഏതൊക്കെ രാജാക്കന്മാർ എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ സമയത്തിലൂടെയാണ് എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് തന്നെ ഇവിടെ പിശാച് ഒരുക്കുന്ന ഒരു കൗശലത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. പിശാച് ചെയ്യുന്നൊരു കാര്യം, ഈ ദൈവത്തിൻ്റെ പദ്ധതിയെ എങ്ങനെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിശാച് ഓരോ സമയത്ത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ ഒരു സ്വല്പം ഡിലേ ആക്കാൻ പിശാച് പരിശ്രമിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അങ്ങനെ ഒരു വലിയൊരു കെണിയുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ, വൈദികരാകാനുള്ള അല്ലെ സിസ്റ്റർമാരാകാനുള്ള ദൈവവിളിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് ഇങ്ങനെയാണ്: ശരിക്കും കർത്താവ് വിളിക്കുന്ന ഒരാളാണെന്ന് കരുതുക, ഒരു യുവാവാകാം, യുവതിയാകാം, ചെറുപ്പക്കാരൻ, കുട്ടിയാ, ആരെങ്കിലും ആകട്ടെ, ദൈവം വിളിക്കുകയാണ്, ദൈവം വിളിക്കുന്നുണ്ട്, സമർപ്പണ ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തിയോട് പിശാച് പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ളൊരു ഉപദേശം, ഓക്കെ, നിനക്ക് ദൈവവിളിയുണ്ട്, നീ നല്ല വൈദികനാകണം, നീ നല്ല സിസ്റ്റർ ആകണം എന്നൊക്കെ തന്നെ പിശാച് പറയും. പക്ഷേ ഇപ്പോൾ പോകണ്ട,
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, കുറച്ചുകൂടെ പഠനം കഴിഞ്ഞിട്ട്, വീട്ടിലെ ഉത്തരവാദിത്തമൊക്കെ ഒന്ന് പൂർത്തിയാക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കടബാധ്യത ഒന്ന് പരിഹരിച്ചിട്ട്, അങ്ങനെ പറഞ്ഞ് സ്വല്പം ഒന്ന് ഡിലേ ആക്കാൻ പിശാച് പരിശ്രമിക്കും. ഈ ഡിലേ ആക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ആ ഡിലേ ആയി കിട്ടുന്ന സമയത്തിനുള്ളിൽ പിശാച് അതിനകത്ത് ഏതെങ്കിലും ഒരു തടസ്സമുണ്ടാക്കി ആ ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാര്യം ദൈവം ചെയ്യാൻ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗ്രേസ് ടൈം, ഒരു കൃപയുടെ മണിക്കൂർ. ആ സമയത്ത് അത് ചെയ്യണം. അതുകൊണ്ടാണ് ക്രോണോസിൽ നിന്ന് കൈറോസിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ എത്തണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ കുറിച്ച് ബൈബിൾ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും അതിനൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് മൂലം തന്നെ എല്ലാത്തിൻ്റെ സമയം വളരെ കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ ജീവികളുടെ കാര്യം അങ്ങനെയാണ്. ജെറമിയ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 8 വേഴ്സ് 7. നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലം അറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഓരോ ജീവജാലങ്ങളും അതിനെ കൂടുവിട്ട് അത് ആഹാരം തേടി യാത്രയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അതിന് സെൻസ് കിട്ടുകയാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ തന്നെ അതിന് ക്ലോക്കില്ല, വാച്ചില്ല, ഒന്നുമില്ല. പക്ഷേ അത് സന്ധ്യയൊക്കെ ആകും, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് തിരിച്ചു പോരാനുള്ള വെപ്രാളം കാട്ടാൻ തുടങ്ങും. അതേപോലെ തന്നെ കുറച്ച് തീറ്റ കൂടുതൽ തിന്നാൻ നോക്കും. ദേശാടന പക്ഷികൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദേശാന്തരങ്ങളിലേക്ക് പറന്നു പോകുന്ന ദേശാടന പക്ഷികൾ, അവയ്ക്ക് ജനുവരി മാസമായി അല്ലെങ്കിൽ ഏപ്രിൽ മാസമായി ഇന്ന മാസം തന്നെ അതിനറിയില്ല. പക്ഷേ അതിനൊരു സെൻസ് ഉണ്ട്. അത് ആ സമയമാകുമ്പോഴത്തേക്കും ആ ദേശത്ത് നിന്ന് അടുത്ത ദേശത്തേക്ക് അത് പറന്നു പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഴയോട് അടുക്കുമ്പോൾ നമുക്കറിയാം ഭൂമിയിലെ സാധാരണ തവള പോലത്തെ ജീവികൾ അതുണ്ടാക്കുന്ന സ്വരം. ചില മഴയൊക്കെ വരാറാകുമ്പോഴത്തേക്ക് ചില പക്ഷികൾ ആകാശത്തെ പറക്കുന്ന കണ്ട പഴയ കാരണവന്മാർ പറയുമായിരുന്നു. അല്ല, ഈയാൻ പാറ്റകൾ നോക്കുക, അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് അത് അവർ കൃത്യസമയത്ത് അതെല്ലാം കൂടെ പുറത്തേക്ക് വരുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ ഞാറപ്പക്ഷിക്ക്, മാടപ്രാവിന്, കൊക്കിന് എല്ലാത്തിനും സമയം അറിയാം. ആ സമയത്ത് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മനുഷ്യനാകട്ടെ ദൈവത്തിന്റെ സമയം മനസ്സിലാക്കുന്നില്ല. ഈശോയുടെ ജീവിതം നോക്കുക. ഈശോയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയം അതനുസരിച്ച് ഈശോ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 1 നമുക്ക് വായിക്കാം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ടൈം ഈസ് ഗോയിങ് ടു ഓവർ. എൻ്റെ ഈ ഭൂമിയിലെ ദൗത്യം കഴിയാറായി, സ്വർഗത്തിലേക്ക് പോകേണ്ട സമയമായി, പീഡാസഹനത്തിന് കുരിശുമരണത്തിന് സമയമായി. യേശു അറിഞ്ഞു, അത് മനസ്സിലാക്കാണ്. എന്നിട്ട് ഈശോ പതുക്കെ അപ്പസ്തോലന്മാരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഒരുക്കുന്നു. അവരെ സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാല് കഴുകുന്നു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. എന്തുമാത്രം കാര്യങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യാതിരിക്കാൻ പിശാചൊരുക്കുന്ന കെണികളെ കുറിച്ച് തിരിച്ചറിയണം. അത് പലതരത്തിലുള്ള ചിന്തകളായി, പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ആയി അത് നമ്മുടെ ഉള്ളിൽ പിശാച് കൊണ്ടുവരാം. എന്നാൽ ബൈബിളിൽ ദൈവകൃപ പ്രാപിച്ചവര്, ദൈവ സായുജ്യം നേടിയവര്, അവരെല്ലാം ആ ദൈവത്തിന്റെ സമയത്ത് അങ്ങോട്ട് മൂവ് ചെയ്തു. അതേപോലെ ദൈവകൃപ വ്യാപരിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 15-16 തിരുവചനങ്ങൾ, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 15 and 16. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും
പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ വിശ്വസ്തരായിട്ട് ആട്ടിടയന്മാര്, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവര്, രാത്രി ആടുകൾക്ക് കാവലായിട്ട് നിൽക്കുന്ന ഇവരുടെ അടുത്ത് ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതാ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിച്ചു. ഈ സന്തോഷ വാർത്ത കേട്ട ഉടനെ ആ ആട്ടിടയന്മാർ പരസ്പരം പറയാണ്, ഒറ്റ അഭിപ്രായം, ഒറ്റ കേട്ട് അവർ പറഞ്ഞു, നമുക്ക് വേഗം ബേത്ലഹേം വരെ പോകാം. എന്നിട്ടോ അവർ അതിവേഗം ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ഈശോയെയും അതേപോലെ തന്നെ യോസേപ്പ് പിതാവിനെ, മാതാവിനെ എല്ലാം അവരെ കാണാൻ ഇടവന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോക്ക് സഹോദരങ്ങളെ, ഈ ആട്ടിടയന്മാര് അവിടെ തട്ടിമുട്ടി അവിടെ ആലോചിച്ച് ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ രാത്രിയല്ലേ, നാളെ നേരമൊക്കെ പുറന്നിട്ട് ഇച്ചിരി വെളിച്ചമാക്കിയിട്ട് പോകാം, അല്ല ഇന്ന് പോകണോ, നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചും പിടിച്ചും ഡിസ്കഷനും വെച്ച് മീറ്റിംഗ് വെച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാൽ പിറ്റേ ദിവസം വെച്ച് അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ആട്ടിടയന്മാർ 10 മിനിറ്റ് വൈകിയാൽ തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? അധികം താമസിയാതെ തന്നെ മാലാഖയുടെ നിർദ്ദേശമനുസരിച്ച് ആ ഈജിപ്തിലേക്ക് പോയ സംഭവമാണ് അടുത്ത് തുറന്ന് നമ്മൾ മറ്റ് സുവിശേഷങ്ങൾ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഡിലേ ആക്കുമ്പോൾ അത് പിശാചിൻ്റെ ഒരു കെണിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ വിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2:27 നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശിമയോനെ കുറിച്ചാണ്. ശിമയോനും അന്നായും. ഈ ശിമയോൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു വാഗ്ദാനമുണ്ട്. എന്താണെന്നറിയാവോ? കർത്താവിനെ കാണുന്നതിന് മുമ്പ് മരിക്കുകയല്ല, അഭിഷേകത്തിനെ കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ല, എടുക്കപ്പെടുക, അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട്. അപ്പോൾ ഈ ശിമയോൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ശിമയോൻ ഒരു പ്രേരണ വരികയാണ്, ഇപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ചെല്ലണം. ആ ജെറുസലേം ദേവാലയത്തേക്ക് വേഗം പുറപ്പെട്ടു ചെന്നു. ആ ഒരു പ്രേരണ കിട്ടി, വേഗം പുറപ്പെട്ടു ചെന്നു. ആ പുറപ്പെട്ട് ചെന്ന ആ സമയത്താണ് യോസേപ്പ് പിതാവും മാതാവ് ഉണ്ണീശോനെ എടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് കയറി വരുന്നത്. ഒരു 2 മിനിറ്റ് താമസിച്ചായിരുന്നെങ്കിലോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെരുന്നാൾ പറമ്പ് പോലെ കണക്ക് കൂട്ടണം. ജനങ്ങൾ ഇങ്ങനെ അതേപോലെ ഫ്ലോട്ടിങ്, അതുപോലെ ജനം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യോസേപ്പ് പിതാവ് മാതാവും കൂടെ ഉണ്ണീശോനെ നഷ്ടപ്പെട്ടിട്ട് 3 ദിവസം ചുറ്റി തിരിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ശിമയോൻ ഒരു 2 മിനിറ്റ് വൈകിയായിരുന്നെങ്കിൽ ആ ജനക്കൂട്ടത്തിനിടയിൽ തിരുക്കുടുംബം അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുടെ ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് തിരിച്ചറിയണം. വിവാഹം കഴിക്കാൻ ഒരു സമയം ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കല്യാണം നടക്കണം. അല്ലാതെ ജോലി ആകട്ടെ, വീടൊന്ന് സ്വസ്ഥമാകട്ടെ, സാമ്പത്തിക കാര്യങ്ങൾ ഓക്കെ ആകട്ടെ, വീട് പണി നടക്കട്ടെ, എല്ലാം നോക്കിയിരുന്നു. ദൈവം തീരുമാനിച്ച സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവവൈദ്യല്ലേ, പിന്നെ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ ആരുടെ കല്യാണം നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു. ഇന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും പ്രാർത്ഥിക്കാൻ ദൈവം ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രക്ഷാകര പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ തകിടം അറിയാവോ? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിന് 26 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 26-31. കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഡൻ, എത്യോപ്യ രാജ്ഞിയായ കന്താക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ, ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ ഏശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്ന നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? രഥത്തിൽ കയറി തന്നോട് കൂടി ഇരിക്കാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങൾ ഇന്ന് ചോദിക്കുക, പീലിപ്പോസിനോട് പറയാണ്, ഇതാ ഇന്ന റൂട്ടിൽ പോയിട്ട് ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേഗം എത്തുക. പീലിപ്പോസ് അപ്പം തന്നെ വിട്ടു. എൻ്റെ സഹോദരങ്ങളെ, അവിടെ ഓടിയെത്തുകയാണ്. അവിടെ ഒരു സ്വല്പം വൈകിയാൽ രഥം പാസ് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ അതില്ല. ഇപ്പൊ ബൈബിൾ എഴുതിയിരിക്കുന്ന ഈ സംഭവം പിന്നെ ഇല്ല. പണ്ട് എവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, 1 മിനിറ്റിന്റെ വില അറിയാൻ ഒരു ആംബുലൻസ് ഡ്രൈവറോട് ചോദിക്കണം. അതിൻ്റെയൊക്കെ വില ഒരു ട്രെയിൻ നഷ്ടപ്പെട്ട ആളോട് ചോദിക്കണം 1 മിനിറ്റിന്റെ വില അറിയാൻ. എത്രയാ സമയമാണ് വെറുതെ വെറുതെ ഉറങ്ങി അലസത പിടിച്ച് വെറുതെ എന്തുമാത്രം സമയമാണ് ദിവസം കളയുന്നത്. ചുമ്മാ വ്യർത്ഥ സംഭാഷണം നടത്തി. അതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി മാത്രമല്ല, ഇത് ഒരുപാട് കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരുന്നൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത്, അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ദൈവം 100 കണക്കിന് ആത്മാക്കളെ വേറെ സ്ഥലത്ത് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് തരത്തിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന കലാപങ്ങൾ, ഒരുപാട് സംഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നോക്കുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യാൻ ദൈവത്തിന് ആത്മാ പ്രേരണ തരുന്ന ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതിനൊരു മറുവശവും കൂടെയുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് നടക്കുന്നില്ല എന്ന് വെച്ചാൽ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും പോകരുത്. കാരണം അത് നടപ്പാക്കാൻ ദൈവം ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും കൂടെ ചെയ്യണം. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചൊരു സെൻസ് നമ്മുടെ ജീവിതത്തിൽ വരണം. അത് പ്രാർത്ഥനയോട് ആത്മാവ് പറയും. 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ഉത്കണ്ഠകളിൽ അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നേറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പ്രവാചകനിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അനുതാപികളെ, എളിമയുള്ളവരെ, വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാനാണ് കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നത്. അനുദപിക്കാനൊരു സമയമുണ്ട്. തിരിച്ചു വരാൻ കർത്താവ് നൽകുന്ന സമയമുണ്ട്. അത് എത്രയും നേരത്തെ എന്നുള്ളതാണ് വചനം. അതിന് നീട്ടിവെക്കരുത്. പിന്നീട് ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കുകയും അരുത്. ഏസാവിനെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുന്നു. അവൻ പിന്നീട് പല പ്രാവശ്യം അനുദപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവസരം കിട്ടിയില്ല. കർത്താവ് അനുദപിക്കുകയാണ്. എത്രയോ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവം പറഞ്ഞ സമയത്ത് പലതും ചെയ്യാൻ പ്രചോദനം കിട്ടിയിട്ട് എത്രയോ പ്രാവശ്യം അത് ചെയ്യാതിരുന്നു. ഓരോരുത്തരുള്ളു തുറന്ന് അനുദപിക്കുന്നു. സമയം സമാഗതമാ, സകലരുമാനോദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമാണന്നിടുവിൻ. കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. അനുതാപിയേ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരു കീടുവാൻ ചങ്കുപട്ടി വിളിക്കുന്നു. ആത്മാവിനാൽ നിറച്ചു രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. വിളിച്ചിടുന്നു ആഗതനായവൻ